മാം വീഡിയോ റണ്ണിങ് ആണ്, പേപ്പറിൽ എന്തോ ചെയ്യുന്നത്? മനു, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സാരി ഡ്രേപ്പിങ്ങിനെ പറ്റി, അതായത് ഓൺ ദ സ്പോട്ട് ചെയ്യുന്ന ഒരു സാരി ഡ്രേപ്പിങ്ങിന് എങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കാമെന്നാണ്. അപ്പം മനുവൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പണ്ട് നമ്മളിങ്ങനെ വിശറി അതെ വിശറി ഉണ്ടാക്കും. അതായത് പേപ്പറിൽ നമ്മളിങ്ങനെ വിശറി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സാരി അയണിങ്ങിനെ പറ്റി, ഇത്രയേ ഉള്ളൂ. അതായത് ആദ്യത്തെ ഇങ്ങനെയാണോ സാരിയുടെ പ്ലീറ്റ് എടുക്കുന്നത്? അതെ, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിശറി എടുക്കാൻ നേരത്തെ എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യത്തെ ഒരു പ്ലീറ്റ് കുറച്ചൊരു വലുതാക്കി കൊടുക്കുന്നു. എന്നിട്ട് ഈവനായിട്ട് തന്നെ നമ്മൾ ഓരോരോ ലേയേഴ്സ് ഇതിലോട് ജോയിൻ ചെയ്യുകയാണ്. അതേമാതിരിയാണ് ഇത്. നോക്കിക്കോളൂ, ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫാൻ നമ്മൾ തയ്യാറാക്കിയോ അതുമാതിരി കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആയിട്ട് എടുത്ത് ഞാനിങ്ങനെ അതിൻ്റെ പുറത്ത് പിൻ ചെയ്തിട്ട്, അതായത് സൈഡിലാണ് പിന്നിങ് കൊടുത്തേക്കുന്നത്, സൈഡ് പിൻ ചെയ്തിട്ട് ഞാനത് അയേൺ ചെയ്ത് വിടുവാണ്. ഇത്രയേ ഉള്ളൂ. കാരണം ഈ സാരി പ്ലീറ്റിങ്ങിൽ തന്നെ പലതരം ടെക്നിക്കുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പം നമ്മൾ ഈ സാരിയുടെ പല്ലു എത്ര നീളം വേണം എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാരിയുടെ പല്ലു എല്ലാവർക്കും ഒരു സംശയം കാണും, എത്ര ആണ് അതിൻ്റെ അളവ് എന്നുള്ളത്. അതിനും ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണെന്ന് വെച്ചാൽ സാരിയുടെ നീളം എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ ഹൈറ്റിൻ്റെ, അതായത് നമ്മുടെ ഈ മുട്ട് വരെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ മുട്ടിൻ്റെ ഈ കാലിൻ്റെ ഭാഗത്തിൻ്റെ നടുവിലായിട്ട് ആ സാരിയുടെ പല്ലുവിൻ്റെ ലെങ്ത്ത് നിൽക്കണം. അപ്പം അതിന് ചിലപ്പോൾ നമുക്കൊരാളിനെ പെട്ടെന്ന് അളവെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 3 കൈ നീളം, അതായത് ഈ ഒരു കൈയുടെ അളവ് 3 കൈ നീളത്തിൽ നമ്മൾ എടുക്കാമെങ്കിൽ സാരി പല്ലുവിൻ്റെ ആ അളവ് കറക്റ്റായിരിക്കും. ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ അടുത്ത തവണ സ്വന്തമായിട്ട് സാരി നമ്മൾ പ്ലീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ.